ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ലഡാക്ക് സീരീസ്. അപ്പോൾ നമ്മളിന്ന് ഉധംപൂരെന്ന് തിരിക്കുകയാണ്. 2 ദിവസത്തെ ഉധംപൂർ മെമ്മറിക്ക് ശേഷം നമ്മളിതാ ക്യാപിറ്റൽ സിറ്റി, അതായത് ജമ്മു കാശ്മീരിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോവുകയാണ്. അതെ, ശ്രീനഗർ. സോ അത് കാശ്മീർ റീജിയനിലാണ് വരുന്നത്. ഈ ഉധംപൂർ ഇതെല്ലാം, അതായത് കട്ര, ഇതെല്ലാം ജമ്മു റീജിയനാണ്. ഇനി നമ്മൾ കാശ്മീർ റീജിയനിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ആൻഡ് അതൊരു ടഫസ്റ്റ് റീജിയനും ആണ്. ഇതുവരെ നമ്മൾ സൂചിച്ചു വന്നു, ഇനി അങ്ങോട്ട് കുറച്ച് കഷ്ടപ്പെട്ട് പോകണം. സോ ഇനി ഉള്ള എപ്പിസോഡൊക്കെ കാശ്മീർ, അത് കഴിഞ്ഞ് ലഡാക്ക് എപ്പിസോഡുകളാണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന എപ്പിസോഡുകളുമാണ്. സോ നമുക്ക് അതിലോട്ട് പോകാം. സോ ഇന്നൊരു 186 കിലോമീറ്റർ ഓടിക്കുകയുണ്ട്, പക്ഷേ ഒരു 500 കിലോമീറ്ററിൻ്റെ പാടുമുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. സോ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇറ്റ്സ് മീ ഡോണ്ട്ലെസ് ആൻഡ് ലെറ്റ്സ് ഗോ. സോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ശ്രീനഗറിലേക്കാണ്. ശ്രീനഗർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയുമാണ്. അതുപോലെ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സിറ്റിയുമാണ്. പോപ്പുലേഷൻ ഉള്ള ഏറ്റവും കൂടുതൽ സിറ്റിയാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഈ ശ്രീനഗർ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 16th സെഞ്ച്വറിയിലാണ്, 16ാം നൂറ്റാണ്ടിലാണ്. നമ്മുടെ ഗോനന്ദ ഡൈനാസ്റ്റിയാണ് അത് ആദ്യമായി കണ്ടുപിടിക്കുന്നത്. പിന്നെ അവിടെ പോപ്പുലേഷൻ, അതായത് അവർ സ്റ്റേ ചെയ്യുന്നു, പോപ്പുലേഷൻ ആവുന്നു, അങ്ങനെയാണ് പയ്യെ. പിന്നെയാണ് നമ്മുടെ 16ാം നൂറ്റാണ്ടിൽ നമ്മുടെ മുഗൾ ചക്രവർത്തിമാർ അവിടെ വരുന്നതും അവിടെ ഒരു നല്ലൊരു വലിയ, അതായത് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് കാണാനും അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ മുഗൾ എംപയർ, അതായത് ആ മുഗൾ ചക്രവർത്തിമാർ ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു കാലഘട്ടമാണ്. സോ ഇപ്പോൾ നമ്മൾ എന്തായാലും ഉധംപൂർ വിട്ട് പോവുകയാണ്. നല്ല ഇനിയുള്ള റോഡെന്ന് പറഞ്ഞാൽ നല്ല മോശമാണ്, എന്നാൽ നല്ല കാഴ്ചകളുമാണ്, നല്ല ട്രാഫിക്കുമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉധംപൂർ ഏകദേശം ഒരാഴ്ചയായിട്ട് ഏകദേശം 20,000 ലോറിയാണ് പിടിച്ചിട്ടേക്കുന്നത്. നമ്മുടെ റോഡ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തുറന്നപ്പോൾ ഈ 20,000 ലോറിയും ഇന്നലെ തൊട്ട് പോയി തുടങ്ങി. ഈ 20,000 ലോറിയെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് വേണം അവിടെ എത്താൻ. സോ നമ്മളിപ്പോൾ കാണുന്ന വിഷ്വലെന്ന് വെച്ചാൽ നമ്മൾ കുറേ കഴിഞ്ഞു, അതായത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്കും മോശം റോഡ്, ഞാൻ പറഞ്ഞ പോലെ മോശം റോഡും ഈ ട്രക്കുകളെല്ലാം ഓവർടേക്ക് ചെയ്ത് പോകാനും ഉള്ള പാടുണ്ടായിരുന്നു. വെച്ചാൽ കണ്ട, ഇപ്പോൾ സൈഡിൽ കണ്ട ഈ ഇടിഞ്ഞ് വീണതുപോലെ എല്ലാവരും ഇടിഞ്ഞ് വീണ് ഫുള്ള് ചെളിയായി. എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും ഭയങ്കര മോശം റോഡാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ സിറ്റിയിലേക്കുള്ള റോഡാണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ. ഈ കണക്കിന് സത്യം പറയല്ലോ, ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ്റിന് വന്ന് സത്യം പറഞ്ഞാൽ കുറ്റം പറയാതിരിക്കാൻ തോന്നുന്നത്. കാരണം അത്രയ്ക്കും നല്ല റോഡുകളാണെന്ന് തോന്നിപ്പോവും ഇവിടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ എപ്പോഴും മണ്ണിടിച്ചിലും മറ്റ് സംഭവങ്ങളും വരുന്നുണ്ട്, പക്ഷേ ഒരു ഫ്ലൈ ഓവറും വരുന്നുണ്ട്. അതായത് വലിയൊരു ഹൈവേ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈവേ ഒക്കെ സത്യം പറഞ്ഞാൽ ഔട്ട് ഓഫ് റേഞ്ച് ആവും. കാരണം ഇപ്പോഴൊക്കെ പോയാലും നമുക്ക് ഈ ഹൈവേ വഴി പോകാൻ പറ്റുള്ളൂ. ഇനി നല്ലൊരു ഹൈവേ വരണുണ്ട് മുകളിൽ കൂടെ, ഫ്ലൈ ഓവറുകളും ഗുഹകളും ഒക്കെ ആയിട്ട്. അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് ശ്രീനഗറിൽ എത്താൻ പറ്റും ഉധംപൂരിൽ നിന്നും. സോ നിറച്ച് ട്രക്കുകളാണ് ഞാൻ പറഞ്ഞതുപോലെ. പക്ഷേ 2 സൈഡും നല്ല വ്യൂ ആണ്. നല്ല കിഴക്കാൻ തൂക്കായ മലകളും പൊടിയും മണ്ണും. ഇതാണ് പ്രശ്നം. നമ്മുടെ മിസ്സായി പോകും. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോകണവർ ഇങ്ങനെ ബാക്കിൽ നിന്ന് അവർ ഓവർടേക്ക് ചെയ്ത് പോകും, നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ ലോറി ഡ്രൈവേഴ്സ് അത്യാവശ്യം നല്ലവരാണ്. അത് നല്ലവരെന്ന് പറഞ്ഞാൽ അത്രയും നല്ലവരാണ്. അവർ നമുക്ക് ഒരു മോശം, അതായത് നമ്മുടെ മറ്റ് സംസ്ഥാനത്തിലെ ഡ്രൈവേഴ്സ് പോലെ നമുക്ക് സൈഡ് വരാതിരിക്കുക, നമ്മൾ പേടിപ്പിക്കുക, അങ്ങനെയൊന്നുമില്ല. അവർ ഒതുങ്ങി അവരുടെ ഒരു ഭാഗത്തൂടെ പോകും. അവർ നമുക്ക് ഡയറക്ഷൻ തരും, കയറി പോകാനും ചിലപ്പോൾ ഒതുക്കി തരും. അങ്ങനെ പാവമാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സ്. സോ അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഈ ഇടയ്ക്കാണ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ സോ ഇതെല്ലാം യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പട്ടാള നിയമം പ്രഖ്യാപിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത്. സോ ഈ കാശ്മീർ എന്ന് പറഞ്ഞാൽ, അതായത് ഈ പ്രത്യേകിച്ച് ഈ ശ്രീനഗർ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കാശ്മീർ വാലിയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്, സിറ്റിയാണ്, ഒരു നഗരമാണെന്ന് വേണമെങ്കിലും പറയാം. അതായത് നമ്മുടെ അതിനെ ചുറ്റിപ്പറ്റി സത്യം പറഞ്ഞാൽ ഇതുവരെ വാലി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ശ്രീനഗറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജലം റിവർ, ഡാൽ ലേക്ക്,
അഞ്ചർ ലേക്ക് ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു സിറ്റിയും കൂടെയാണ്. മെയിനായിട്ട് ഇവിടെ എൻവയോൺമെൻറ്റ് നന്നായിട്ട് നമ്മുടെ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫോറിനേഴ്സിന് അത്രയും ഇമ്പ്രസ് ചെയ്യിക്കാനും പിന്നെ ഈ ഒരു ശ്രീനഗർ ഭാഗം എന്ന് പറഞ്ഞാൽ അത്രയും അതിനാണ്. കാരണം അവിടെ ഭയങ്കരമായിട്ട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഗാർഡനിങ്, വാട്ടർ ഫ്രണ്ട്, ഹൗസ് ബോട്ട് ഇതെല്ലാം ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ടൂറിസം ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുന്നൊരു സ്പോട്ടാണ് ശ്രീനഗർ എന്ന് പറഞ്ഞാൽ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ കൂടുതലും ഉള്ളത് വെച്ച്. കാരണം പിന്നെ ശ്രീനഗർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോനാമർഗുണ്ട്. സോനാമർഗ് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ലഡാക്ക് പ്രൊവിൻസാണ്, അത് വേറെ പ്രൊവിൻസാണ്. അപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ അത്യാവശ്യം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശ്രീനഗർ ഭാഗമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം മറ്റേ നമ്മുടെ ബോട്ടൊക്കെ ഉണ്ടല്ലോ, ആ ബോട്ടിന് പ്രത്യേകം പേരുണ്ട്. അതായത് ഷിക്കാരാസ് എന്നാണ് പറയുന്നത്. ആ ഒരു ടൈപ്പ് നമുക്കറിയാമല്ലോ, കാശ്മീരി സ്റ്റൈലിലുള്ളൊരു, അതായത് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു ബോട്ട് സ്റ്റൈലുണ്ട്. അതായത് ഒരു ഹൗസ് ബോട്ട് പോലെ അങ്ങനത്തെ ഒരു അതിലുള്ളൊരു റൈഡ് അടിപൊളിയായിരുന്നു. അതാണ് അവിടെ ടൂറിസം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണമെന്നും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അതാണ് ശ്രീനഗറിൻ്റെ മെയിൻ ഒരു എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ഒരു ഹൗസ് ബോട്ട് പോലത്തെ ടൈപ്പ് സാധനമാണ്. ഇപ്പോൾ കണ്ട നമ്മുടെ രണ്ട് സൈഡും പരന്ന ഇതാണ് കൃഷിഭൂമി പോലെ കിടക്കുകയാണ്. അതായത് മലയോര പ്രദേശം തന്നെയാണ്, പക്ഷേ ഈ ഭാഗം എത്തിയപ്പോൾ നല്ല പരന്ന കിടക്കുകയാണ്. ഇടയ്ക്ക് ഈ മലയിടുക്കുകളിലുള്ള താഴ്ന്ന പട്ടണം പോലെ അങ്ങ് വിശാലമായിട്ട് കിടക്കുകയാണ്. അങ്ങേയറ്റത്ത് നമുക്ക് മലകൾ കാണാം. സോ അപ്പം ശ്രീനഗറിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. ഇപ്പോഴാണ് വഴി കുറച്ച് ബ്യൂട്ടിഫുൾ ആയതുപോലെ തോന്നിയത് അല്ലേ. രണ്ട് സൈഡും പൈൻ മരങ്ങളും വയലുകളും പിന്നെ കുറച്ച് ആ തിരക്കൊഴിഞ്ഞ പാത പോലെയും തോന്നിയിട്ടുണ്ട്. അധികം തിരക്കില്ല, നല്ല വിശാലമായിട്ട് വണ്ടി ഓടിച്ച് പോവാം. കാശ്മീർ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമ്മുടെ കാശ്മീരിൻ്റെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ടൂറിസം തന്നെയാണ്. അതുപോലെ മെയിനായിട്ട് അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സും ലോക എമ്പാടും ഭയങ്കര ഫേമസ് ആണ്. സത്യം പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും അവരുടെ ഒരു ഷാളുണ്ട്, അത് അവരുടെ തന്നെ ഒരു കാശ്മീരി ഊളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതും ഭയങ്കര സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് അതിന്, അങ്ങനെ വേണം പറയാം. അതുപോലെ തന്നെ അവർക്ക് കാർപ്പറ്റുണ്ട്, ജുവലുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിലെല്ലാം അവരുടെ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ കാശ്മീരിന്. പിന്നെ അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഈ ശ്രീനഗർ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ്, അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ഹിമാലയസിൽ തന്നെ. അപ്പം നിങ്ങൾ വിചാരിക്കും രണ്ടാമത്തത് മണാലി അല്ല. രണ്ടാമത്തെ സത്യം പറഞ്ഞാൽ കാഠ്മണ്ഡു ആണ്, നേപ്പാളിൽ. മണാലി അല്ല. ഞാൻ ആദ്യം വിചാരിച്ചാൽ മണാലി ആയിരിക്കും, പിന്നെ നോക്കിയപ്പോഴാണ് അത് കാഠ്മണ്ഡു, നേപ്പാളിൽ. സോ അങ്ങനെയും ഒരു വിശേഷണം നമുക്ക് ശ്രീനഗറിനുണ്ട്. അതുപോലെ ഇതൊരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. 5200 അടി ഉയരത്തിലാണ്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 5200 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 11 ലക്ഷത്തോളം പോപ്പുലേഷൻ ഉണ്ട്. 11 ലക്ഷം ആൾക്കാർ ജീവിക്കുകയാണ്. അത്രയും വലിയൊരു സിറ്റിയാണ്, ചുമ്മാ മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയില്ലല്ലോ. ആൻഡ് ഇപ്പോഴത്തെ വ്യൂ സത്യം പറഞ്ഞാൽ എനിക്ക് ക്രേസി ആയിട്ട് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ തലേണയുടെ താഴെ ബെഡ്ഷീറ്റ് വിരിച്ചേക്കുമല്ലോ, അതായത് നമ്മൾ കട്ടിൽ നോക്കുമ്പോൾ തലേണ അതിൻ്റെ താഴെ ഇങ്ങനെ പരന്ന് ബെഡ്ഷീറ്റ് വിരിക്കുമല്ല, അതുപോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം തോന്നുന്നത്. കാരണം അങ്ങേ ഏറ്റവും മലകൾ, അതിൻ്റെ ഇങ്ങോട്ട് ബെഡ്ഷീറ്റ് വിരിച്ച പോലെ പച്ച വിരിച്ച് അതിൻ്റെ നടുക്ക് ഒരു ഹൈവേ, അത്രയും നല്ല വിശാലമായ ഒരു കോൺക്രീറ്റ് ഹൈവേ. എനിക്ക് തോന്നുന്നു ഇതൊരു ഐ തിങ്ക് ഒരു 8 വരിയോ 12 വരിയോ ആണ്. അത്രയും വലിയൊരു ഹൈവേ, കോൺക്രീറ്റഡ് ഹൈവേ. ഞാൻ എന്ത് പറഞ്ഞാലും അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലേ വരുള്ളൂ. നിങ്ങൾ വന്ന് കാണണം, അപ്പോഴും നിങ്ങൾക്ക് എന്തൊക്കെ പറയണോ, അടിപൊളിയാണോ, യാ മോനെ എന്ന് പറയണോ, വിഷയമെന്ന് പറയണോ, എന്ത് പറയണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എനിക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരണ ഒരു ഫീലിംഗാണ്. എൻ്റെ അമ്മേ, അങ്ങേറ്റ് നമുക്ക് പൈൻ മരങ്ങൾ കാണാം. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ എന്തോ കാശ്മീരിൻ്റെ ഒരു രീതിയെ അങ്ങ് മാറിപ്പോയി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാശ്മീർ കണ്ടിട്ടില്ല. അതായത് കുറച്ച് പച്ചയും കുറച്ച് മഞ്ഞും അങ്ങനെ ഒരു സെറ്റപ്പ്, വെള്ളയും പച്ചയും തമ്മിലുള്ള, അത് ഇതുവരെ കണ്ടില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു സമ്മർ സീസണാണ്, മെയ് ടൈം ആകുമ്പോൾ സമ്മർ സീസണാണ്. വിൻ്ററിൽ ഇവിടെ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഇപ്പോഴും നല്ല തണുപ്പാണ്. ഐ തിങ്ക് ഇവിടെ ഇപ്പോൾ 10ഉം 5ഉം ഡിഗ്രിയാണ്. അത് 5 to 10 ഡിഗ്രിക്ക് വേരി ചെയ്തിരിക്കും. അതും ഹ്യൂമിഡിറ്റി വ്യത്യാസമായിട്ട് നല്ല തണുപ്പാണ്. അതായത് നമുക്കിപ്പോൾ മൂന്നാറിൽ 10 ഡിഗ്രി തോന്നും പോലെയല്ല ഇവിടെ 10 ഡിഗ്രി തോന്നുന്നത്. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ബാംഗ്ലൂരും നമ്മുടെ നാടും
ഒരേ ക്ലൈമറ്റ് ആണെങ്കിലും നമുക്ക് വ്യത്യാസം തോന്നില്ല. കാരണം ഹ്യൂമിഡിറ്റിയിൽ വ്യത്യാസമാണ്. കാരണം ഒരേ ക്ലൈമറ്റ് ആണെങ്കിലും നമുക്ക് ചൂടായിരിക്കും, പക്ഷെ അവർക്ക് ചെറുപ്പം അത്ര ചൂട് കാണില്ല. എന്നാൽ തണുപ്പാണെങ്കിൽ അവർക്ക് നല്ല തണുപ്പായിരിക്കും, എന്നാൽ നമുക്ക് അത്ര തണുപ്പുമായിരിക്കില്ല. അതുപോലെയാണ് സത്യം പറഞ്ഞാൽ. 3 സാധനങ്ങൾ, 3 സത്യം പറഞ്ഞാൽ 4 സാധനങ്ങൾ ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു ഫീലിംഗ് എൻ്റെ അമ്മേ വിവരിക്കാൻ പറ്റൂല. ഇവിടുന്ന് സോനാമർഗ് 132 കിലോമീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ അപ്പം ശ്രീനഗർ അടുത്ത് എത്താറായി എന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 കാര്യങ്ങളും കാണുന്നതിൻ്റെ ഒരു ഫീലിംഗ്, അതായത് നമ്മുടെ ആകാശം, തൊട്ടങ്ങേറ്റത്ത് മല, ഈ റോഡ്, ഈ മരങ്ങൾ, 6 കാര്യങ്ങൾ. അതായത് ഈ നെൽപ്പാടവും പിന്നെ ഈ വീടുകളും ആൻഡ് ഓഫ് കോഴ്സ് ഇവിടുത്തെ പട്ടാളക്കാരും. സീരിയസ്ലി, കാരണം കുറേ നമുക്കറിയാലോ, നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ആർമി. സോ ഇവിടെ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷം, എന്തോ ഒരു നാട്ടിൽ നിന്ന് ഒരു റിലേറ്റീവ് വന്നതുപോലെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യണത്. വണ്ടി കാണിച്ച് കൈ കാണിച്ച് നിർത്തി എവിടെ നിന്നാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. നമ്മുടെ സൈബ്രോയുടെ വണ്ടി കെ ആണ്. അപ്പം കർണാടകയിൽ നിന്ന് ആരോ എന്ന് വിചാരിച്ച് കർണാടകയിലുള്ള ഒരു പട്ടാളക്കാരനെ നിർത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. സോ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഇറ്റ്സ് മേക്സ് ഹാപ്പി മാൻ, ഒന്നും പറയില്ല. അതിലൊരു പ്രത്യേക ഫീലിംഗ് ആണ്. 16th സെഞ്ച്വറിയിൽ എന്ത് തോന്നിയിട്ടാണ് ഈ ഗോനന്ദ ഡൈനാസ്റ്റിക്ക് ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടുപിടിക്കാൻ തോന്നിയത്. സീരിയസ്ലി, അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത് യാത്രകളാണെന്ന്. ഒരുപാട് പേര് പറയും എൻ്റെ കൂടെ തന്നെ, ഈ പൈസ എത്ര എന്തിനാണ് യാത്രയിൽ അടിച്ചു കളയണത്, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, യാത്ര ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് മാൻ. യാത്ര ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ളൊരു ലോകം തന്നെ സത്യം പറഞ്ഞാൽ ഉണ്ടാവില്ലായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അമേരിക്ക ഉണ്ടാവില്ല എന്ന് പറയും പോലെ ഒന്നും ഈ ലോകത്ത് ഒന്നുമേ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ഈ വേൾഡ് തന്നെ ട്രാവലേഴ്സാണ് ലീഡ് ചെയ്യണമെന്ന് ഒരു ചിലപ്പം ഒരു സന്ദർഭം അനുസരിച്ച് പറയേണ്ടി വരും. പിന്നെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ട്രാവലിങ്. കാരണം ഒരു ആൾ മെൻ്റലി ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ ഡോക്ടർ പറയണം ഒന്നെങ്കിൽ പട്ടിയെ വളർത്താനേ വല്ലതും പറയും, ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനേ പറയുള്ളൂ. കാരണം ട്രാവൽ ഒരു മനുഷ്യനെ റിലാക്സ് ആക്കും, എല്ലാം മാറ്റും, മൈൻഡ് മൊത്തത്തിൽ റിഫ്രഷ് ആക്കും, പുതിയൊരു മനുഷ്യനാക്കും സത്യം പറഞ്ഞാൽ. സോ അങ്ങനെ നമ്മൾ ഫൈനലി ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. ശ്രീനഗറിലെത്തി നമ്മുടെ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഡാൽ ലേക്ക്. അപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ കാശ്മീരി സ്റ്റൈല് വീടുകൾ കാണാം, തരംഗ ഷീറ്റുകളൊക്കെ വെച്ചിട്ടുള്ള. സോ നമ്മൾ ഒന്ന് ഡാൽ ലേക്ക് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഡാൽ ലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൂറിസത്തിന് പറ്റിയ സ്പോട്ടാണ് ഈ ഡാൽ ലേക്ക്. കണ്ട ഈ ബോട്ടുകളും, ഈ ബോട്ട് സഫാരി തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഒരു വാക്കിംഗ് ബ്രിഡ്ജും, അതായത് വാക്കിംഗ് സ്ട്രീറ്റും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കയറി നിൽക്കാൻ ഒരു കാശ്മീരി സ്റ്റൈലിലുള്ള ഷെൽട്ടർ പോലത്തെ ഒരു സംഭവമൊക്കെ കാണും, വ്യൂ കിട്ടണം. അതൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഒരു ഡാൽ ലേക്കിൻ്റെ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡാൽ ലേക്കിലുള്ള സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ടൂറിസം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടാണ് റൈറ്റ് സൈഡിൽ കാണുന്ന. അതായത് നമ്മുടെ ഷിക്കാരാസ് വുഡൻ ബോട്ട് 7th സെഞ്ച്വറിയിലാണ് അത് തുടങ്ങുന്നത്. അതായത് ആദ്യം വാട്ടർ ട്രാൻസ്പോർട്ടായിട്ടാണ് തുടങ്ങിയത്, ഗ്രാമങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ. കാരണം ഇത് ലേക്കുകളാൽ ചുറ്റപ്പെട്ട കാശ്മീർ വാലിയാണല്ലോ. സോ അതിനുവേണ്ടിയാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് ടൂറിസമായി വളർന്നു. നമ്മളിതിൽ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങാനുള്ള ബോട്ടുകൾ അടുത്തൂടെ പോകും, അതായത് ലേസ്, മറ്റ് സാധനങ്ങൾ, പിന്നെ അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്, അവരുടെ സാധനങ്ങളൊക്കെ അതും നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ ഒരു ടൂറിസം ഹാർട്ട് തന്നെയാണ് ഈ ഷിക്കാര ബോട്ടെന്ന് പറയുന്നത്. 7th സെഞ്ച്വറിയിലാണ് അത് തുടങ്ങിയത്. പക്ഷെ അത് അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ട്രാൻസ്പോർട്ടായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് വളരുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഗൾ എംപയേഴ്സാണ് 16th സെഞ്ച്വറിയിൽ വന്ന് ഈ സിറ്റിയെ ഫേമസ് ആക്കിയെന്ന്. അവർ ഒരുപാട് കൊട്ടാരങ്ങളും പിന്നെ അതുപോലെ മുഗൾ ഗാർഡൻ ഇഷ്ടം പോലെ പണിതു. അതാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് കാരണമാണ്, അതായത് വിദേശികൾ ഇവിടെ വന്നു തുടങ്ങിയത്. മെയിനായിട്ട് നമുക്ക്
റൈറ്റ് സൈഡ് ഇപ്പം നമുക്ക് നമ്മുടെ ലാൻഡ് ലേക്കിൻ്റെ മറ്റൊരു ഭാഗം കാണാം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ മുഗൾ എംപേഴ്സ് അവർ ഒരു സമ്മർ റിസോർട്ടായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് അവർ കാണും വിദേശികളും എല്ലാം വന്നിവിടെ അവർ മെയിനായിട്ട് ഈ ഗാർഡൻ ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ ഷാലിമാർ, നിഷാത്തൊക്കെയാണ് ഫേമസ് ആയിട്ട് ഇവിടെ ബിൽഡ് ചെയ്തത്. അതായത് അവരുടെ അവധിക്കാല റിസോർട്ടായിരുന്നു ഈ സ്ഥലം. പിന്നെ അവരുടെ ഗാർഡനാണ് ഇതെല്ലാം, ഞാൻ പറഞ്ഞതുപോലെ ഡാൽ ലേക്കിന് ചുറ്റുമുള്ള. അത് പിന്നീട് ഭയങ്കര ഫേമസ് ആവുകയായിരുന്നു. പിന്നെ കാലാകാലങ്ങളായിട്ട് അതിൻ്റേതായ വളർച്ചകൾ ശ്രീനഗറിനുണ്ടായി. പക്ഷേ ശ്രീനഗറിൻ്റെ ഒരു ഹാർട്ടെന്ന് വേണം പറയാം ഈ ഡാൽ ലേക്ക്. നല്ല തിരക്കുണ്ട്, റഷുള്ള ടൈമാണ്. പിന്നെ ഇവിടെ അറിയാമല്ലോ, സമ്മർ ആയിരിക്കുമ്പോൾ നല്ല ഒടുക്കത്തെ സമ്മറും ചൂടും ഒക്കെ ആയിരിക്കും. എന്നാൽ വിൻ്റർ വരുമ്പോൾ ഒടുക്കത്തെ വിൻ്ററും ആയിരിക്കും, നല്ല തണുപ്പ്. നമ്മളിപ്പോൾ ഡാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. സിറ്റി മേയേഴ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് സത്യം പറഞ്ഞാൽ ഇവർക്കൊരു പദവി കൊടുത്തിട്ടുണ്ട്. അതായത് 92ാമത്തെ സ്ഥാനമാണ് കൊടുത്തേക്കുന്നത്. അതായത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അർബൻ ഏരിയ എന്നാണ് ആ പദവി, അതായത് ആ ടൈറ്റിൽ. അത് ശ്രീനഗറിനാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ കുറേ ഈ നമ്മളോട് വന്ന് ചോദിക്കും ബോട്ട് നല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഏജൻസി ബോട്ട് വേണോ, ഇത്ര കുറവ് ചിലവിൽ ചെയ്തു തരാം, അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം. തെറ്റൊന്നും ഞാൻ പറയണില്ല, അത് എടുക്കണില്ല, അവർ പറ്റിക്കൊന്നുമില്ല. ഈ മറൈൻ ഡ്രൈവിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളോട് വന്ന് ചോദിക്കൂല, അതുപോലെ തന്നെയാണ്. അവർക്ക് അവരുടെ ജീവിത മാർഗ്ഗമാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അതിന് കുറ്റം പറയാനില്ല. കയറണമെങ്കിൽ നിങ്ങൾക്ക് കയറാം, അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കയറിയാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. സോ അങ്ങനെ നൈറ്റ് ആയേക്കാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ വീണ്ടും റൂമിൽ പോയിട്ട് വീണ്ടും നൈറ്റ് ഡാൽ ലേക്കിൻ്റെ പരിസരം. ഇവിടെ നൈറ്റ് വർക്കിംഗ് ആണ്. നൈറ്റ് ഇപ്പം നമ്മുടെ മറൈൻ ഡ്രൈവ് പോലെ ഇവിടെയും അത്യാവശ്യത്തിന് നടക്കണമൊക്കെ ഇവിടെ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്. ഷോപ്പ് ചെയ്യണവർക്ക് ഷോപ്പ് ചെയ്യാം. അങ്ങനെ ഒരു നൈറ്റ് സിറ്റി തന്നെയാണ് ഇതും. അപ്പോൾ നമ്മളൊരു കട്ടൻ കുടിക്കാനൊക്കെ ആയിട്ട് കയറി. ഇവിടെ നമുക്ക് മറ്റേ നമ്മുടെ ഫേമസ് ആയ കാശ്മീരി ടീ ഒക്കെ കിട്ടും. അത് കുടിക്കേണ്ട ഒരു സാധനം തന്നെയാണ്, ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്, മസ്റ്റ് ഐറ്റമാണ്. നല്ലൊരു മസാല ടീ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, ഇവിടെ കാസ്റ്റ് കൂടുതലും ഇസ്ലാമാണ് റിലീജിയൻ. എന്ന് വെച്ച് നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നല്ല, എന്നാലും പൊതുവെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു വലിയ സിറ്റി ഏരിയ ഉണ്ട്. ഇനി നമ്മൾ വന്ന ടൈമിലാണ് മറ്റേ G20 ഉച്ചകോടിയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എന്തോ പ്രധാനമന്ത്രി ഇവിടെ വരണുണ്ട്. പിന്നെ മറ്റ് നാട്ടിലുള്ള, അതായത് മറ്റു രാജ്യങ്ങളിലുള്ള വലിയ വലിയ ആൾക്കാർ വരണ പരിപാടിയാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് കണക്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് റോഡ് വഴിയാണെങ്കിൽ NH ഉണ്ട്, NH1A-യും 1D-യുമാണ് നമ്മൾ വന്ന റോഡ്. അതല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു 5000, സീസണൽ ചേഞ്ചാണ്, 5000 രൂപയാവും നമ്മുടെ ഡൽഹിയിൽ നിന്ന്. സീസണൽ ചേഞ്ച് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. റെയിലാണെങ്കിൽ ഇങ്ങോട്ട് റെയിലില്ല സത്യം പറഞ്ഞാൽ. മറ്റേ ഹിമസാഗർ എക്സ്പ്രസ്സിൽ വന്നിറങ്ങി, അതായത് കട്ടറയിൽ വന്നിറങ്ങിയിട്ട് പിന്നെ ബനിഹാൽ ബർമുല ലൈൻ ഉണ്ട്. ബർമുല ലൈൻ അതിൽ കയറി വരിക, അത്രയേ ഉള്ളൂ. ഇത്രയും ഓപ്ഷൻസാണ് ഉള്ളത്. പക്ഷേ ഈ ബനിഹാൽ ബർമുല ലൈൻ അത്രയും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പറ്റിയാൽ. സോ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇനി അടുത്ത് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമ്മൾ സോനാമർഗിലോട്ട് പോകും. ആ കാഴ്ചകളിലോട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് പോകാം. സോ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ഈസ് മീ ഡോണ്ടിലെസ്. ടേക്ക് കെയർ. ബൈ.